വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതായത് രണ്ടാം വർഷ അക്കൗണ്ടൻസിയുടെ ഒന്നാം അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. The financial statements or financial accounts of filed accounts of a not-for-profit organization include receipts and payments account, income and expenditure account and balance sheet. അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ ധനകാര്യ പത്രികകൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ്, രണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്ന് ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, വരവ് ചെലവ് കണക്കാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരവാണ്, എക്സ്പെൻഡിച്ചർ ചെലവ്. അപ്പൊ അല്ലെ, സാധാരണ നമ്മളിപ്പോ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ് ഇൻ കേസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ ബേസിലാണ് നമ്മൾ എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ലാഭനഷ്ട കണക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതേ രീതിയിലാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭേച്ഛ ഇല്ലാത്ത സ്ഥാപനമായത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റാത്തത്. അതിന് പകരമായിട്ടാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിന് വേണ്ടിയാണോ തയ്യാറാക്കുന്നത് അതേ പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് തയ്യാറാക്കുക എന്നുള്ളത്, എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. It includes only revenue items and balance at the end of represents surplus or deficit. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയപ്പോൾ അവിടെ എന്താണ് എല്ലാ റെസീറ്റ്സും എല്ലാ പേയ്മെന്റ്സും എല്ലാ ക്യാഷ് റെസീറ്റ്സും എല്ലാ ക്യാഷ് പേയ്മെന്റ്സും എവിടെ എടുക്കുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എടുക്കുന്നത് അല്ലേ. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റവന്യൂ റെസീറ്റ്സ് ഉണ്ടാവും, അതുപോലെ ക്യാപിറ്റൽ റെസീറ്റ്സ് ഉണ്ടാവും, റവന്യൂ പേയ്മെന്റ്സും ഉണ്ടാവും, ക്യാപിറ്റൽ പേയ്മെന്റ്സും ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും റവന്യൂ ഐറ്റംസ് മാത്രമേ കൊടുക്കാം. റവന്യൂ ഐറ്റംസ് റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ എവിടെ എടുക്കുന്നുള്ളൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ റവന്യൂ റെസീറ്റ്സ് മീൻസ് ഇൻകം, റവന്യൂ റെസീറ്റ്സ് റെപ്രസെന്റ്സ് ഇൻകം ആൻഡ് റവന്യൂ പേയ്മെന്റ്സ് റെപ്രസെന്റ്സ് എക്സ്പെൻഡിച്ചർ. നമ്മളുടെ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ റവന്യൂ റെസീറ്റ്സ് ആണ് നമ്മൾ ഇത് ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലെ റവന്യൂ എക്സ്പെൻസ് ആണ് അല്ലെ റവന്യൂ പേയ്മെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ആൻഡ് ദ ബാലൻസ്. നമ്മളിവിടെ ഇൻകവും എക്സ്പെൻസും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഇൻകം എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇഫ് ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ, ഇൻകമാണ് കൂടുതൽ വരുന്നെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് അല്ലേ ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഇറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് അതിന് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് സർപ്ലസ്, മിച്ചം എന്ന് പറയും. ലാഭം എന്ന് പറയില്ല, അതിന് പകരം മിച്ചം. കാരണം ഇത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല, ലാഭം ഇല്ലാതെ ഒരു സ്ഥാപനമാണ്. പ്രോഫിറ്റ് മേക്കിംഗ് അല്ല ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് എന്താണ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, ഇഫ് എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം then it is called deficit. അപ്പോൾ നമ്മൾ ലോസ് എന്ന് പറയുന്നില്ല, അതിന് പറയുന്നത് നഷ്ടം എന്ന് പറയുന്നില്ല, അതിന് പറയുന്നത് കമ്മി എന്ന് പറയും, ഡെഫിസിറ്റ്. അതിനകത്ത് നമ്മൾ കമ്മി എന്ന് പറയും. അപ്പം മിച്ചം അല്ലെങ്കിൽ കമ്മി. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നുകിൽ സർപ്ലസ്
മിച്ചം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഓർ കമ്മി. ഓൾ ദ റവന്യൂ ഐറ്റംസ് റിലേറ്റിംഗ് ടു കറന്റ് പീരിയഡ് ആർ ഷോൺ ദിസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആകുന്ന നമ്മൾ എല്ലാ റെസീറ്റ്സും, അതായത് റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും എടുക്കുന്നുണ്ട്, അതായത് ക്യാപിറ്റൽ റെസീറ്റ്സും ക്യാപിറ്റൽ പേയ്മെന്റ്സും എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇൻക്ലൂഡ് ഐറ്റംസ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ, കറന്റ് ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ. അല്ല, ഏത് വർഷത്തെ ആയാലും നമ്മൾ ക്യാഷ് ലഭിക്കുകയും ക്യാഷ് പേയ്മെന്റ് നടത്തുകയും ചെയ്യുകയാണ് നമ്മൾ അത് എന്ത് ചെയ്യും, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു ഈ വർഷത്തെ റവന്യൂ ഐറ്റംസ് മാത്രമേ എവിടെ എടുക്കുന്നുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എല്ലാ വർഷത്തെയും റെസീറ്റ്സും എല്ലാ വർഷത്തെ പേയ്മെന്റ്സും എടുക്കുന്നില്ല. അത് ഈ വർഷം നമുക്ക് കിട്ടിയ ക്യാഷ്, അത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഈ വർഷത്തെ ആയിരിക്കാം, ചിലപ്പോൾ അടുത്ത വർഷത്തെ ആയിരിക്കാം. അതെല്ലാം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പേയ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം റിലേറ്റ് ചെയ്യുന്ന പേയ്മെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള പേയ്മെന്റ്സ് നമ്മൾ ഈ വർഷം കൊടുത്തതായിരിക്കാം, ചിലപ്പോൾ അടുത്ത വർഷം കൊടുക്കാനുള്ള പേയ്മെന്റ്സ് മുൻകൂട്ടി കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നത്, എല്ലാ റെസീറ്റ്സും എല്ലാ പേയ്മെന്റ്സും എവിടെ എടുക്കുന്നത്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടാണ് റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതും ഏത് വർഷത്തെ, കറന്റ് ഇയർ. അപ്പൊ ഏത് വർഷത്തെ അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ വർഷത്തെ റവന്യൂ ഐറ്റംസ് ആണ് റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഏത് വർഷത്തെ അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ വർഷത്തെ ഇൻകമും ആ വർഷത്തെ എക്സ്പെൻസും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ അകത്തുനിന്നും എന്താണ്, ഏത് വർഷത്തെ അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ വർഷത്തെ റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമാണ് എവിടെ എടുക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നത്. എക്സ്പെൻസ് ആൻഡ് ലോസസ് ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അതേ രീതിയിൽ തന്നെയാണ് എക്സ്പെൻസസും ലോസും ഡെബിറ്റ് സൈഡിലും ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. എല്ലാ എക്സ്പെൻസും എല്ലാ ലോസും എവിടെ എടുക്കുന്നു, ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമുക്ക് തരും ക്വസ്റ്റ്യനില്. ആ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, റവന്യൂ പേയ്മെന്റ്സ് മാത്രം എടുക്കുക. റവന്യൂ പേയ്മെന്റ്സ് ആണ് നമ്മളിവിടെ എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ പേയ്മെന്റ്സ് ആണ് എക്സ്പെൻസസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ റവന്യൂ പേയ്മെന്റ്സും ഏത് വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് ആ വർഷത്തെ റവന്യൂ പേയ്മെന്റ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിന് കൂടെ എന്ത് ചെയ്യാം, ലോസ് ഉണ്ടെങ്കിൽ ലോസ് കൂടി എവിടെ എടുക്കണം, എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കണം, ഡെബിറ്റ് സൈഡ്. അപ്പൊ ഡെബിറ്റ് സൈഡ് ഷോസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ്. ഇപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റവന്യൂ പേയ്മെന്റ്സ് ആണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലുള്ള റവന്യൂ പേയ്മെന്റ്സ്. റവന്യൂ പേയ്മെന്റ്സ് നമ്മൾ എക്സാമ്പിൾ ഏതൊക്കെ റവന്യൂ പേയ്മെന്റ്സ് വരുമോ, ഒരു എക്സാമ്പിൾ പറഞ്ഞ റവന്യൂ പേയ്മെന്റ്സിന്. റവന്യൂ പേയ്മെന്റ്സ് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന പേയ്മെന്റ്സ് പറയൂ. സാലറി, വെരി ഗുഡ്. പിന്നെ ഓ റെന്റ്, ഓക്കെ. ദെൻ കേട്ടില്ല, വേജസ്, ഓക്കെ. അപ്പൊ വേജസ്, റെന്റ്, സാലറീസ്, അതുപോലെ തന്നെ സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ ഡെയിലി എല്ലാ വർഷവും ഉണ്ടാകുന്ന സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ചിലവുകളെ നമ്മൾ റവന്യൂ എക്സ്പെൻസ്, റവന്യൂ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനകത്ത് നമ്മൾ പേയ്മെന്റ് സൈഡിൽ എന്ത് ചെയ്യാം, റവന്യൂ പേയ്മെന്റ്സ് എല്ലാം എവിടെ എടുക്കുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡ് ഡെബിറ്റ് സൈഡ് എടുക്കുന്നു. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എക്സ്പെൻസ് കാണിക്കുന്നത്. അപ്പൊ എല്ലാ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു റവന്യൂ പേയ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ലോസസ് ഉണ്ടെങ്കിൽ ലോസസ് കൂടി എന്ത് ചെയ്യാം, ഡെബിറ്റ് സൈഡിൽ എടുക്കും, എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ അങ്ങനെ ഇൻകം സൈഡ് എടുക്കും, ക്രെഡിറ്റ് സൈഡ് അല്ലെ, ഇൻകം ആൻഡ് ഗെയിൻസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓർ ഇൻകം സൈഡ്. അപ്പൊ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം എന്ന് പറയുമ്പോൾ എന്ത് റെസീറ്റ്സ് ആണ് നമ്മൾ എടുക്കുക, റവന്യൂ റെസീറ്റ്സ് ആണോ ക്യാപിറ്റൽ റെസീറ്റ്സ് ആണോ, റവന്യൂ റെസീറ്റ്സ് അല്ലെ, റവന്യൂ റെസീറ്റ്സ്. ഇപ്പൊ റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഏതൊക്കെയാണ് റവന്യൂ റെസീറ്റ്സ് വരുന്നത്, സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന റെസീറ്റ്സ് എന്തൊക്കെയാണ്, സബ്സ്ക്രിപ്ഷൻ, ദെൻ വേറെ എന്തൊക്കെ ഉണ്ടാവും, ഡൊണേഷൻസ്, എൻട്രൻസ് ഫീ, അഡ്മിഷൻ ഫീ,
കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ലോക്കർ റെന്റ്, ഇങ്ങനെയുള്ള കുറെ ഇൻകംസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇൻകംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് റവന്യൂ റിസീറ്റ്സ് ഓഫ് ദ കറന്റ് ഇയർ. ഏത് വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് ആ വർഷത്തെ റവന്യൂ റിസീറ്റ്സ് ആണ് നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഗെയിൻസ്, ലാഭം ഉണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള ലാഭം. ഗെയിൻസ് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സാധാരണ ഓർഗനൈസേഷന് നോർമൽ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ലാഭമല്ല, അല്ലാതെ ഉണ്ടാകുന്ന മറ്റു നേട്ടങ്ങളെയാണ് നമ്മൾ ഗെയിൻസ് എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫേർണിച്ചർ വിൽക്കുന്നു, ഫേർണിച്ചർ വിൽക്കുന്നു, നമുക്ക് ലാഭം ഉണ്ടായിരിക്കാം, അപ്പോൾ അതിന് നമ്മൾ ഗെയിൻ എന്ന് പറയാം. സാധാരണ നോർമലി ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന അല്ലാതെ ലാഭത്തിന് നമ്മൾ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഗെയിൻസ്, നേട്ടങ്ങളും അതുപോലെ ഇൻകം എന്ന് പറയുന്നത് നമ്മളൊരു റവന്യൂ റെസീറ്റ്സ് ആണ്. അപ്പോൾ റവന്യൂ റെസീറ്റ്സും മറ്റു രീതിയിലുള്ള നേട്ടവും ഗെയിൻസും ആണ് നമ്മൾ എന്താ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് റവന്യൂ പേയ്മെന്റ്സ് എടുക്കുന്നു. റവന്യൂ പേയ്മെന്റ്സ് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് റവന്യൂ റെസീറ്റ്സ് എടുക്കുന്നു. റവന്യൂ റെസീറ്റ്സിനെ നമ്മൾ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. ഇപ്പൊ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ, ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ എത്രയാണോ ഇൻകം എക്സ്പെൻസിനേക്കാളും അധികമായിട്ട് വന്നത് അത് നമ്മൾ പറയുന്ന പേര് സർപ്ലസ് എന്ന് നേരത്തെ പറഞ്ഞു, മിച്ചം എന്നാണ് പറയുന്നത്. കാരണം ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറ്റില്ല, ലാഭം നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പൊ സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ എത്രയാണോ ഇൻകം എക്സ്പെൻസിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് ആ കൂടുതലായിട്ട് വരുന്ന ഇൻകത്തിനെ നമ്മൾ എന്താണ് സർപ്ലസ് എന്ന് പറഞ്ഞ് മിച്ചം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇഫ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ് ഡെഫിസിറ്റ്. എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ ഇൻകത്തേക്കാൾ കൂടുതൽ അധികമായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പേരാണ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അത് കമ്മി എന്ന് പറയും. അപ്പൊ മിച്ചവും കമ്മിയാണ് വരുന്നത്, ലാഭനഷ്ടം എന്ന് പറയില്ല. അതിന് പകരം ഉപയോഗിക്കുന്ന ടേം മിച്ചവും കമ്മിയും, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നോക്കോ, ഇപ്പൊ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പിന്നെ ബിസിനസ് ഓർഗനൈസേഷന്റെ ട്രേഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ ലാഭമായപ്പോൾ നമ്മൾ ലാഭം എന്താ ചെയ്തത്, ലാഭം എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ലാഭം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തു അല്ലെ, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തു. ലോസ് ആണ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യും അല്ലെ. ഇവിടെ നേരെ തിരിച്ച് ഇവിടെ നമ്മൾ ക്യാപിറ്റലിന് തന്നെ അക്കൗണ്ട് ഉപയോഗിക്കില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഏതാ പറഞ്ഞത്, ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ട് അല്ലെ. വെരി ഗുഡ്, ക്യാപിറ്റൽ ഫണ്ട്. അപ്പൊ നമ്മൾ സർപ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, സർപ്ലസ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അപ്പൊ മിച്ചമാണെങ്കിൽ ആ മിച്ചം കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഫണ്ട്. കമ്മിയാണെങ്കിൽ അല്ലെ, കമ്മിയാണെങ്കിൽ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടിന്റെ അകത്ത് ലെസ് ചെയ്യണം. മിച്ചമാണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത് അതേ രീതി തന്നെയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, നെറ്റ് ലോസ് ക്യാപിറ്റലിന് ലെസ് ചെയ്യുന്നു. അതിന് പകരം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേം സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. ഇപ്പൊ സർപ്ലസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യുക. ഇനിയിപ്പോ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളാണ്. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അല്ല ഏത് രീതിയിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് എക്സ്ക്ലൂഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആസ് ദേ ആർ നോട്ട് ആസ് എൻ ഇൻകം. നമ്മൾ നേരത്തെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തരും. ആ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്നതാണ് ഫ്രം റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമുക്ക് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്താണ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ടഡ് വിത്ത് എന്താ പറയുക, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് എന്തൊക്കെയാണ്, ക്യാഷും ബാങ്കും അല്ലെ, ക്യാഷും ബാങ്കും. അപ്പൊ ക്യാഷും ബാങ്കും ഇൻകമോ എക്സ്പെൻസിൽ വരുമോ, ക്യാഷും ബാങ്ക് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, എക്സ്പെൻസ് ഓ അസെറ്റ് അല്ലെ, അസെറ്റ് ആണ്. വെരി ഗുഡ്.
അപ്പൊ ക്യാഷും ബാങ്കും അസറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് എവിടെ എടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ട് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ബാങ്കും എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കുക. അപ്പൊ റിസീവ്ഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ഈ 4 ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക. അത് എവിടെ എടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ക്യാഷ് ആൻഡ് ബാങ്ക് ആർ നോട്ട് ഇൻകം ഓർ എക്സ്പെൻസ്. അപ്പൊ എന്താണ്, അത് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. അപ്പൊ അത് എവിടെ എടുക്കേണ്ട കാര്യമില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, റിസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആകുന്ന ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ മാറ്റി നിർത്താം, അത് ഒഴിവാക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് റവന്യൂ റെസീറ്റ്സ് ടു ബി ഷോൺ ഓൺ ദ ഇൻകം സൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, റെസീറ്റ് സൈഡിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, റവന്യൂ റെസീറ്റ്സ് മാത്രം എടുക്കുക. റവന്യൂ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, റിക്കറിംഗ് നാച്ചർ, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന റെസീറ്റ്സിനെ നമ്മൾ വരവിനെ എന്താ പറയുന്നത്, റവന്യൂ റെസീറ്റ്സ് എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻസ്, എൻട്രൻസ് ഫീ, അഡ്മിഷൻ ഫീ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് മാഗസിൻസ്, അതുപോലെ തന്നെ ലോക്കർ റെന്റ്, ഇങ്ങനെയുള്ള കുറെ ഐറ്റംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്ത് വരുന്നത്, റവന്യൂ റെസീറ്റ്സ് ആയിട്ട് പൊതുവെ വരുന്ന കാര്യങ്ങൾ. അപ്പൊ അത്തരം റവന്യൂ റെസീറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻകം സൈഡിലാണ് എടുക്കേണ്ടത്. അപ്പൊ എല്ലാ റവന്യൂ റെസീറ്റ്സും നമ്മൾ ഏത് വർഷത്തെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, കറന്റ് ഇയർ, ഏത് വർഷത്തെ അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ വർഷവുമായി ബന്ധപ്പെടുന്ന റവന്യൂ റെസീറ്റ്സ് എല്ലാം ഇവിടെ എടുക്കുക, ഇൻകം സൈഡിൽ എടുക്കുക. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റ് ലോസ് കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകത്തിന്റെ കൂടെ എന്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ എന്താ, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് ഡിഡക്ട് ദ എമൗണ്ട് റിലേറ്റഡ് ടു പ്രീവിയസ് ഓർ നെക്സ്റ്റ് ഇയർ. ഇപ്പൊ ഏതെങ്കിലും റെസീറ്റ്സിന്റെ കൂടെ എന്ത് ചെയ്യാം, ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ചിലപ്പം അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിലും തരാം. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷമായി ബന്ധപ്പെട്ടതോ അല്ലെ അടുത്ത വർഷവുമായി ബന്ധപ്പെടുന്നതോ ആയ ഏതെങ്കിലും റെസീറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസീറ്റ്സിന്റെ എമൗണ്ട് ആകുന്നത് ഡിഡക്ട് ചെയ്യണം. അതുപോലെ ആഡ് ദ എമൗണ്ട് റിലേറ്റഡ് ടു കറന്റ് ഇയർ, ഈ വർഷം നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഈ വർഷത്തെ അക്കൗണ്ട് കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എക്സാമ്പിൾ എടുക്കുക, സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷന്റെ കൂടെ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ 2020-21 വർഷത്തെ നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുന്നതായിരിക്കാം. 2020-21 വർഷത്തെ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ 2019-20-നും 2021-21-നും സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ ലെസ് ചെയ്യണം. ഇനി അതുപോലെ ഈ വർഷം 2020-21 അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നെങ്കിൽ ആ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, ഈ വർഷത്തെ അക്കൗണ്ടിൽ, കാരണം ഈ വർഷവുമായി ബന്ധപ്പെടുന്ന സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ഈ വർഷത്തെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ റെസീറ്റ്സ് എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തെയോ റെസീറ്റ്സ് നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ലെസ് ചെയ്യണം. അതേപോലെ ഈ വർഷം ഏതെങ്കിലും റെസീറ്റ്സ് കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ആ റെസീറ്റ്സിന്റെ അക്കൗണ്ട് കൂടെ ആ എമൗണ്ട് കൂടി ആഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് റവന്യൂ പേയ്മെന്റ്സ് ടു ബി ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ്. അപ്പൊ നമ്മൾ പേയ്മെന്റ് സൈഡിനകത്ത് നിന്ന് റവന്യൂ പേയ്മെന്റ്സ് മാത്രം എടുക്കാം. അപ്പൊ റവന്യൂ പേയ്മെന്റ്സ് നമ്മൾ പറഞ്ഞത് റിക്കറിംഗ് നാച്ചർ, റിപ്പീറ്റ് ചെയ്യുന്ന പേയ്മെന്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്, സാലറീസ്, വേജസ് അല്ലെ, റെന്റ്, പിന്നെ സ്റ്റേഷനറി, അങ്ങനെയുള്ള ഡെയിലി ഉണ്ടാകുന്ന ചെലവുകൾ അല്ലെങ്കിൽ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ചെലവുകൾ, ആ ചെലവുകളെ നമ്മൾ റവന്യൂ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചെലവുകളും എവിടെ എടുക്കും, ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ റെസീറ്റ്സ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഡിഡക്ട് ദ എമൗണ്ട് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഓർ നെക്സ്റ്റ് ഇയർ. അപ്പൊ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഈ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ വർഷത്തെ എക്സ്പെൻസിനകത്ത് നമ്മൾ കൊടുത്ത എക്സ്പെൻസിനകത്ത് ലെസ് ചെയ്യണം. അതുപോലെ അടുത്ത വർഷം ഇനി വരാൻ പോകുന്ന വർഷമായി നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത്തരം എക്സ്പെൻസുകളും എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസിനകത്ത് ലെസ് ചെയ്യണം. പിന്നെ അതുപോലെ ഏത് എമൗണ്ട് റിലേറ്റിംഗ് ടു കറന്റ്, ഈ വർഷം നമ്മൾ ഏതെങ്കിലും എക്സ്പെൻസ് കൊടുക്കാതുണ്ടെങ്കിൽ, ഇപ്പൊ റെന്റ്, സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, സാലറിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. അല്ല ഏതൊക്കെ എക്സ്പെൻസ് ആണ് വരുന്നത്, ഏതെങ്കിലും എക്സ്പെൻസ് ഈ വർഷത്തെ ഏതെങ്കിലും എക്സ്പെൻസ് കൊടുക്കാതെ ബാക്കിയുണ്ടെങ്കിൽ അതെന്താണ്, ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ ആ എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യണം,
കറസ്പോണ്ടിങ് എക്സ്പെൻസിന്റെ കൂടെ ആ എമൗണ്ട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ റവന്യൂ പേയ്മെന്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതിന് വരാൻ പോകുന്ന വർഷവുമായി ബന്ധപ്പെട്ടോ പേയ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസിനകത്ത് ലെസ് ചെയ്യണം. അതുപോലെ ഈ വർഷത്തെ എക്സ്പെൻസ് കൊടുക്കാതെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കുക. ടേക്ക് ദ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ് ആണ് എക്സ്പെൻഡിച്ചർ സൈഡ്. നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾ ഏത് സൈഡിലാണ് എടുത്തത്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് ഡിപ്രീസിയേഷൻ എടുക്കുന്നത്? എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷം ഉപയോഗിക്കും, 10-15 വർഷം ഉപയോഗിക്കും. അപ്പൊ ഓരോ വർഷം ഉപയോഗിക്കുമ്പോൾ ചെലവാകുന്ന എമൗണ്ട് ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് ഡിപ്രീസിയേഷൻ ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്, സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓർ എക്സ്പെൻഡിച്ചർ സൈഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വർഷം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഫിക്സഡ് അസറ്റിന്റെ നിശ്ചിത ശതമാനമാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. ആ കാണുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. ടേക്ക് ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൺ എക്സ്പെൻഡിച്ചർ സൈഡ്. ഇതും നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇപ്പൊ ഡെറ്റേഴ്സിനകത്ത് ചില ആളുകൾ ആരെങ്കിലും പണം തരാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ബിസിനസ് സംബന്ധിച്ച് ലോസ് ആണ്, നഷ്ടമാണ്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അടുത്ത വർഷമാണ് നമ്മൾ ഡെറ്റേഴ്സിന്റെ കാലാവധി ഉണ്ടാവും. കാലാവധിക്ക് മുമ്പേ പറയാൻ പറ്റില്ല. അപ്പൊ കാലാവധിക്ക് മുമ്പേ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ഭാവിയിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ളൂ നമ്മൾ ഒരു എമൗണ്ട് അതിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പൊ ഡെറ്റേഴ്സിന്റെ അടുത്ത് ചില ആളുകൾ പൈസ തരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു അസംഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഒരു എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ നാളെ സാധാരണ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എടുക്കുന്നത്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സും എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലല്ല എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് ടേക്ക് ദ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ഇൻകം സൈഡ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പഴയ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പോർട്സ് ക്ലബ്ബാണെന്ന് ഇരിക്കാം. ഇപ്പൊ ക്ലബ്ബാണെങ്കിൽ അവിടെ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് ലേലത്തിന് വിൽക്കാം. അപ്പൊ നമ്മളത് ഉപയോഗിക്കാൻ അടുത്ത വർഷം നമ്മൾ പുതിയ മെറ്റീരിയൽസ് വാങ്ങിക്കാം. അപ്പൊ പുതിയ മെറ്റീരിയൽ വാങ്ങിക്കുന്ന പഴയ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ ലേലത്തിന് വിൽക്കും. അപ്പൊ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗെയിൻ എന്ന് പറയും. അപ്പൊ അത് ഗെയിൻ എവിടെ കാണിക്കണം, ഇൻകം സൈഡിൽ. അപ്പൊ അതിന്റെ വിറ്റ എമൗണ്ട് അല്ല കാണിക്കുന്നത്, അതിനകത്തുള്ള ലാഭം മാത്രമാണ് നമ്മൾ എവിടെ എടുക്കാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നത്. വിൽക്കുന്ന എമൗണ്ട് നമ്മൾ എവിടെ എടുക്കുന്നു, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എടുക്കും. കാരണം ഇത് നമ്മൾ എന്തല്ല റവന്യൂ റെസീറ്റ് അല്ല. എല്ലാ വർഷം നമ്മൾ എന്ത് ചെയ്യില്ല, സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കണമെന്നില്ല, അല്ലെ എല്ലാ വർഷവും ഫിക്സഡ് അസറ്റ് വിൽക്കണമെന്നില്ല, അല്ലെ. കുറെ കൊല്ലം കൂടുമ്പോൾ നമ്മൾ ഒരു 2-3 വർഷം കൂടുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പഴയ സാധനങ്ങൾ വിറ്റ് ഒഴിവാക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് അത് നമുക്ക് എന്താ പറ്റില്ല, റവന്യൂ റെസീറ്റ്സ് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റ് ആണ്. പക്ഷേ എന്താണ് അതിനകത്ത് ഉണ്ടാകുന്ന ലാഭം, അത് നമ്മളതിന് ഗെയിൻ. അപ്പൊ അത് എവിടെ കാണിക്കണം, ഇൻകം സൈഡിൽ കാണിക്കണം. അപ്പൊ ക്വസ്റ്റിനകത്ത് നമുക്ക് അതിന്റെ ആക്ച്വൽ വാല്യൂ തരും, അതിന്റെ വിറ്റ വില തരും. അപ്പൊ അതിന് ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്താൽ മതി, ഇൻകം സൈഡിൽ എടുത്താൽ മതി. ലാഭമാണെങ്കിൽ ഇൻകം സൈഡിൽ എടുക്കണം. ഇനി അതുപോലെ എന്താ, ചിലപ്പോൾ നഷ്ടം വരാം, അല്ലെ, ലോസ് വരാം. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. ടേക്ക് ദ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ്. അപ്പൊ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൂടെ എടുക്കണം. ലാഭമാണെങ്കിൽ ഇൻകം സൈഡിൽ എടുക്കാം, നഷ്ടമാണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് കമ്പയർ ദ ടോട്ടൽ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് എല്ലാ റവന്യൂ റെസീറ്റ്സും ഇൻകം സൈഡിൽ എടുക്കുന്നു, അതുപോലെ എല്ലാ റവന്യൂ പേയ്മെന്റ്സും എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കുന്നു. പിന്നെ അതിനുശേഷം നേരത്തെ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കണം. പിന്നെ അതിനുശേഷം പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റ വകയിൽ ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ ലാഭമാണെങ്കിൽ ഇൻകം സൈഡിൽ എടുക്കുക, നഷ്ടമാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എടുക്കുക. ഇത്രയും ഐറ്റംസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഇൻകം സൈഡ് ടോട്ടലും എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടലും കമ്പയർ ചെയ്യണം, അല്ലെ. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കുമോ, ഇൻകം എക്സ്പെൻഡിച്ചർ തുല്യമായിരിക്കോ, അല്ല, അല്ലെ. ഒന്നുകിൽ ഇൻകം കൂടുതലായിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. അപ്പൊ എക്സസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. അപ്പൊ ഇൻകം ആണ് കൂടുതലെങ്കിൽ
ഇൻകമാണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ സർപ്ലസ് എന്ന് പറയും അല്ലേ. അപ്പൊ അങ്ങനെ ഏത് സൈഡിലാണ് കുറവുണ്ടാവുക? എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സർപ്ലസ് എവിടെ കാണിക്കണം? എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. അപ്പൊ ഇൻകമാണ് കൂടുതലെങ്കിൽ ഇൻകത്തിനകത്ത് എക്സ്പെൻസ് മൈനസ് കിട്ടുന്ന എമൗണ്ട് ആണ് സർപ്ലസ് എന്ന് പറയുന്നത്. ആ സർപ്ലസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കണം? എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. കാരണം എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എമൗണ്ട് കുറവ് വരുന്നത്. എമൗണ്ട് കുറവ് വരുന്ന സൈഡിലാണ് സാധാരണ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിലാണ് കുറവ് വരുന്നത് ആ സൈഡിലാണ് ഡിഫറൻസ് വരുന്ന എമൗണ്ട് കാണിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ സർപ്ലസ് ആയതുകൊണ്ട് ഇൻകം സൈഡിൽ കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡിൽ കുറവായതുകൊണ്ട് എന്ത് ചെയ്യണം? സർപ്ലസ് വിൽ ബി ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ് ഡെഫിസിറ്റ്. അപ്പൊ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ എന്താണ് അതിന് ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ ഇൻകം സൈഡിലാണ് കുറവുണ്ടാവുക. അപ്പൊ ഇൻകം സൈഡിൽ കുറവായതുകൊണ്ട് എന്ത് ചെയ്യുക? ഡെഫിസിറ്റ് എവിടെ കാണിക്കുന്നു? ഇൻകം സൈഡിലാണ് കാണിക്കേണ്ടത്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻഡിച്ചർ എടുക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എടുക്കുന്നു. ഹെഡിങ് കൊടുക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത പോലെ തന്നെയാണ് ഹെഡിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സാധാരണ വരുന്ന എക്സ്പെൻഡിച്ചർ സാലറി, റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി, ടാക്സസ്, സപ്ലൈ എക്സ്പെൻസസ്, അതുപോലെ സർപ്ലസ്. ഡിഫറൻസ് വരുന്ന എമൗണ്ട് സർപ്ലസ് നൽകും. അതുപോലെ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, എൻട്രൻസ് ഫീ, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ റവന്യൂ റെസീറ്റ്സ് എല്ലാം എന്ത് ചെയ്യാം? ഇൻകം സൈഡിലും റവന്യൂ പേയ്മെന്റ്സ് എല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കാം. അപ്പൊ ഇൻകം സൈഡിലാണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നു എക്സ്പെൻഡിച്ചർ സൈഡിൽ സർപ്ലസ് നിർത്തി കാണിക്കും. ഇനി എക്സ്പെൻഡിച്ചർ കൂടുതലെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ഡെഫിസിറ്റ് നിർത്തി കാണിക്കുന്നു, ഇൻകം സൈഡിൽ കാണിക്കുന്നു. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ആണ് ഇത്. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആൻഡ് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ നോക്കാം നേച്ചർ. നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻസ് സിമിലർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് പറയുന്നത്. പക്ഷെ റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണ്? സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. അവിടെ നമ്മൾ ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെന്റ്സ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ട് നാച്ചർ ഓഫ് ഐറ്റംസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്താണ്? റവന്യൂ ഐറ്റംസ് മാത്രമാണ് എടുക്കുന്നത്. ഓൺലി റവന്യൂ ഐറ്റംസ്, റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ എടുക്കുന്നു ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എടുക്കുന്നത്. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ എടുക്കുന്നത് എല്ലാ റവന്യൂസും എല്ലാ പേയ്മെന്റ്സും എടുക്കുന്നത് അല്ലെ. റവന്യൂ ആൻഡ് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് റവന്യൂ ആൻഡ് as well as capital nature. അപ്പൊ റവന്യൂ റെസീറ്റ്സും ക്യാപിറ്റൽ റെസീറ്റ്സും എടുക്കും. അത് റവന്യൂ പേയ്മെന്റ്സും ക്യാപിറ്റൽ പേയ്മെന്റ്സും എടുക്കുന്നുണ്ട്. പക്ഷെ ഇൻകം റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നത്. ഈ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഏത് വർഷത്തെ അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നത് ആ വർഷത്തെ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമാണ് എടുക്കുന്നത്. ഇപ്പൊ റിലേറ്റഡ് ഓൺലി ടു ദ കറന്റ് പീരീഡ്. ഇപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻസ് റിലേറ്റഡ് ടു കറന്റ് പീരീഡ്. പക്ഷെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റിലേറ്റഡ് ടു പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് പീരിയഡ് ഓൾസോ. ഇപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കഴിഞ്ഞ വർഷത്തെ റെസീറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ എന്താ അടുത്ത വർഷത്തെ റെസീറ്റ്സ് മുൻകൂട്ടി ലഭിക്കുകയാണെങ്കിൽ അതുപോലെ പേയ്മെന്റ്സ് ആണെങ്കിലും റെസീറ്റ്സ് ആണ് കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും അത് കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഏത് വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് ആ വർഷത്തെ റവന്യൂ റെസീറ്റ്സും റവന്യൂ പേയ്മെന്റ്സും മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ് ആണ്. പക്ഷേ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണ്? റെസീറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. റെസീറ്റ്സ് എന്താണ്? നമ്മൾ പറഞ്ഞ റവന്യൂ റെസീറ്റ്സും വരാം, ക്യാപിറ്റൽ റെസീറ്റ്സും വരാം. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ ഓൺലി എക്സ്പെൻസസ് മാത്രമാണ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറന്റ് ഇയറിൽ വരുന്ന റവന്യൂ റെസീറ്റ്സ് റവന്യൂ പേയ്മെന്റ്സ് ആണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുപോലെ ലോസസും അവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ റെക്കോർഡ്സ് ഓൺലി ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകംസ് പറയുന്നത് റവന്യൂ റെസീറ്റ്സ് ആണ് അവിടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റെസീറ്റ്സും ഗെയിൻസും മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബട്ട് ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ദ ഓൾ പേയ്മെന്റ്സ്. എല്ലാ റെസീറ്റ്സ് എല്ലാ പേയ്മെന്റ്സും നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതായത് ക്യാപിറ്റൽ പേയ്മെന്റ്സും റവന്യൂ പേയ്മെന്റ്സും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. Depreciation is not taken into receipts and payments account. Depreciation is included in the debit side of income and expenditure account. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആണ്.
Income and expenditure account has no opening balance. Income and expenditure account is opening balance and closing balance. But in case of receipts and payments account, there is opening balance of cash in hand and closing balance of cash in hand. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഇന്ന് നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.